സർക്കാർ ജോലിക്ക് മലയാള ഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ച സർക്കാർ നടപടിക്കെതിരെ കൊട്ടാരക്കര മേഖലയിലെ ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മയായ ഗ്രന്ഥാലയും ജനകീയ കവിതാവേദിയും സംയുക്തമായി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മണികണ്ഠനാൽത്തറയിൽ നടന്ന ചടങ്ങ് കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇൻഷൻ എങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ അച്ഛന്റെ പേരോ അല്ലെങ്കിൽ അമ്മയുടെ പേരോ ഒക്കെ കൂട്ടിച്ചേർക്കും. ഇതാ ചെയ്യുന്നത്. പക്ഷെ മലയാളത്തിൽ ഇൻഷനാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റത്തുമില്ല. അതപ്പോ നാരായണന്റെ മകൻ ശ്രീകുമാർ, ശ്രീകുമാർ എന്നുള്ളത് വരും. അത് നമ്മുടെ കൂട്ടുകാർ ചിരിക്കും. ഇത് അയാളുടെ അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരമല്ല, നായെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് എന്ന് വിചാരിച്ചിട്ട് അപഹസിക്കും. അങ്ങനെയുണ്ട് മലയാളിക്ക് പ്രശ്നം. തമിഴ്നാട്ടിൽ ആ പ്രശ്നമില്ല. സുബ്രഹ്മണ്യം എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് നാരായണൻ എന്നൊക്കെ ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് പുലിയല്ലല്ലോ, എലിയാണല്ലോ. പിന്നെ എന്തിനാണ് പുലിയെ നമ്മൾ ദേശീയ മൃഗമായിട്ട് വെച്ചിരിക്കുന്നത്? എലി വെച്ചാൽ പോരാ എന്ന് ചോദിച്ചത്. അപ്പൊ അത് ചോദിക്കാനുള്ള ഒരു സെൻസ്, ഒരു ചിന്ത അയാൾക്കുണ്ടാവണമെങ്കിൽ CN അണ്ണാദുരൈയുടെ ഭാഷാഭിമാനം എത്ര വലുതാണ്, അതിന് ഒരു അംശം നമുക്കുണ്ടോ? ഇല്ലല്ലോ. ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം AS ഷാജി അധ്യക്ഷനായി. സർക്കാർ ജോലിക്ക് മലയാള ഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കിയുള്ള പ്രഖ്യാപനം മലയാളിക്ക് ആശ്വാസമായിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ വ്യതിചലിക്കുന്ന സാഹചര്യത്തിൽ മലയാളത്തെ സ്നേഹിക്കുന്നവർ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ജനകീയ കൂട്ടായ്മ ചൂണ്ടിക്കാട്ടി. ഗ്രന്ഥാലയ കൺവീനർ TS ജയചന്ദ്രൻ, അംഗങ്ങളായ S വിക്രമൻപിള്ള, എബ്രഹാം കൊയ്പ്പള്ളി, KR ബാബു, നീലേശ്വരം സദാശിവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.